നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ പ്രതിപക്ഷത്തിന്റെ അടുത്ത ലക്ഷ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായാകുന്നു. പാർലമെന്റിലേക്കുള്ള യുവജന മാർച്ചിനിടെ പോലീസ് അതിക്രമങ്ങൾ നടത്തിയെന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ എതിർക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ ശ്രമം. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കാനും ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെടാനുമാണ് തീരുമാനിച്ചത്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്ന പ്രതിഷേധക്കാർക്കെതിരെയുള്ള പോലീസ് നടപടികൾ വലിയ വിമർശനത്തിനാണ് വിധേയമായിട്ടുള്ളത്. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലരും വിമർശിച്ചു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരായുള്ള ക്രൂരമായ ആക്രമണത്തിന് ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി. പ്രതിപക്ഷം ഇപ്പോൾ ഷായ്ക്കെതിരെ പോരാട്ടം നടത്താൻ പദ്ധതിയിടുന്നു എന്നതിൻ്റെ സൂചനയാണിത്. വിദ്യാർത്ഥികൾ ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യപ്പെട്ടു. ഇവരെ കേൾക്കുന്നതിന് പകരം സുരക്ഷാ സേന മാരകായുധങ്ങളും കണ്ണീർ വാതകങ്ങളും ഉൾപ്പെടെയുള്ളവ വിവേചനരഹിതമായ ബലപ്രയോഗത്തിലൂടെ അവരെ ആക്രമിച്ചു. കത്തിൽ രാഹുൽ എഴുതി. CJP പ്രതിഷേധം പിൻവലിച്ചപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ രണ്ടാവശ്യങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷമാപണവും ഷായുടെ ഉത്തരവാദിത്വവും. ഏതൊരു ജനാധിപത്യത്തിലും സമാധാനപരമായ പ്രതിഷേധം അനിവാര്യമാണെന്നും പ്രതിഷേധക്കാരെ സംരക്ഷിക്കുകയും സംഭാഷണത്തിലൂടെ അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്നും രാഹുൽ ഗാന്ധി ഊന്നി പറയുന്നു. വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണത്തിനിടെ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അനുമതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്, TMC, CPM എന്നിവയുൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ അടിയന്തര പ്രമേയങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. CJP പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കാമെങ്കിലും സർക്കാരിനെതിരായ ഈ പോരാട്ടം ഞങ്ങൾ തുടരും. പ്രധാനമന്ത്രി മാപ്പ് പറയണം. ആഭ്യന്തരമന്ത്രി പാർലമെന്റിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. പ്രതിപക്ഷ MP മാർ ആവശ്യപ്പെടുന്നു. പൊതുപരീക്ഷകൾ ഭേദഗതി ബിൽ 2026, ദേശീയ ബഹുമതിയെ അപമാനിക്കൽ തടയൽ ബിൽ 2026 എന്നീ രണ്ട് പ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് പരിഗണിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഷായെ ലക്ഷ്യം വയ്ക്കുന്നത്.